ഹൈ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ഇന്ന് ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ മൈക്ക് വാങ്ങി, ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2, ഒരു വയർലെസ് മൈക്ക്. മൈക്ക് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അപ്പം ഞാനത് വാങ്ങി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ മരിവായി കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയായിട്ടായി. 6 മണിയായിട്ടില്ല, എത്രയായിന്നറിയാം, ഇപ്പോൾ 5:50 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നോക്കണമെങ്കിൽ എനിക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വീട്ടിങ്ങനെ നടന്നാൽ മതി. അറിയാമല്ലോ, വയലും ഇതൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കാറ്റും ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പോൾ ആ സൗണ്ട് എക്സ്ട്രാ മൈക്കൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ DJൻ്റെ ആക്ഷൻ 5 Proൻ്റെ ക്യാമറയിൽ തന്നെയുള്ള മൈക്കാട്ടോ. അപ്പോൾ അതിലെ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്ത് നോക്കാമല്ലോ എത്രത്തോളം നോയ്സ് കട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഇട്ടിട്ട് നമുക്ക് നോക്കാം, അത് ഇടാണ്ടും നോക്കാം. ഇപ്പോൾ അത്യാവശ്യം കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട്. നിങ്ങൾ ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ നടന്നു പോകുമ്പോൾ ഇവിടെ നോർമലി കാറ്റ് വീശുന്നുണ്ട്. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ഇങ്ങനെ പാറുന്നുണ്ട്, പാറുന്നുണ്ടോ? കണ്ട, ഞാൻ മുടി തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കാൻ തന്നില്ലേ, പാറുന്നുണ്ട്. ഒന്നാമത് എൻ്റെ നൈസ് മുടിയാണ്, പാറും. അപ്പോൾ ക്യാമറ കണക്ട് ചെയ്യട്ടെ. ക്യാമറ കണക്ട് ചെയ്തിട്ട് വരാം. ക്യാമറ കണക്ട് ചെയ്യാൻ വല്ല പണിയൊന്നുമില്ല. ഒരു റിസീവർ ഉണ്ട്, ഏതായാലും നിങ്ങൾ കാണിച്ചു തരാം. റിസീവർ ഉണ്ടോ? ഇതിന് കണക്ട് ചെയ്യണം ക്യാമറക്ക്. കണക്ട് ചെയ്യട്ടെ. എന്തായാലും കട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കണക്ട് ചെയ്യാം അല്ലേ? യെസ്. ഇതാ ഇപ്പോൾ ഈ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാഗ്നറ്റാണ്, കണ്ട. നമുക്ക് ഷർട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ മാഗ്നറ്റ് വെച്ചിട്ട് ഇപ്പുറം കണക്ട് ചെയ്യാം, കണ്ട. ഇത് മാഗ്നറ്റ്, ഇത് മൈക്ക്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ വെക്കുക, കണക്ട് ചെയ്യുക. ഇപ്പോൾ മൈക്ക് സാധാ ഇതിലാണ് ഉള്ള കേട്ടോ. നോയ്സ് ക്യാൻസലേഷൻ്റെ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. ഇതിന് സ്വിച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ, നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആക്കേണ്ട സ്വിച്ച് ഉണ്ട്, അത് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ സാധാ. ഓക്കെ, അപ്പോൾ ക്യാമറയിലെ സൗണ്ട് മാറി മൈക്കിലെ സൗണ്ടായി. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട്. പിന്നെ അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ, അതായത് എൻ്റെ ഈ ഏരിയയിൽ നിന്ന്, എൻ്റെ നാട്ടിൽ ഈ ഏരിയയിൽ നിന്ന് അവിടെ ഇവിടെയുള്ള അപ്പുറയിപ്പുറയിലുള്ള അമ്പലത്തിലെ പാട്ട് കേൾക്കും. ചെങ്ങലുള്ള അമ്പലത്തിൽ, അതുപോലെ ഇവിടെ ഏഴത്തുള്ള അമ്പലത്തിലെ പാട്ടെല്ലാം കേൾക്കും. അതുപോലെ സന്ധ്യാസമയത്തുള്ള ബാങ്ക് വിളിയെല്ലാം നമുക്ക് കേൾക്കും. അപ്പുറത്തിപ്പുറത്തി നാട്ടിലെ അടുത്തുള്ള പള്ളിയെല്ലാം ഇല്ലേ, അടുത്തുള്ള പള്ളിയിലെല്ലാം ബാങ്ക് വിളി നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കും. ഒരു പള്ളിയിലല്ല, അപ്പുറത്തിപ്പുറത്തുള്ള ഇപ്പോൾ ഏഴോത്തപ്പുറം ബോട്ടടവ്, അതുപോലെ എൻ്റെ നാട് ഏഴോമൂലയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാം കേൾക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്, അറിയാലോ, വയലാണ്. ഇപ്പോൾ ചെറിയൊരു കാറ്റുമുണ്ട്, അമ്പലത്തിൽ നിന്ന് പാട്ട് വെച്ചത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഈ മൈക്ക് വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ബാക്കിലങ്ങ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കണ്ട. സൂര്യൻ കാണുന്നില്ല, സൂര്യൻ്റെ ആ ഒരു ബ്യൂട്ടി ഇല്ലേ, കളർ കാണുന്നുണ്ട്. ബോട്ടടയിലും മദ്രസയിൽ നിന്ന് സലാത്തോലും കേൾക്കുന്നുണ്ട്. വാങ്ങി കൊടുക്കാനായില്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇനി എന്താ വേണ്ടത്? ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഈ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ബട്ടണില്ലേ, അത് ക്ലിക്ക് ചെയ്യാൻ പോയാൽ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പച്ച കളറാവും, കണ്ട. ഇതിപ്പം ബ്ലൂ കളറിലുള്ള കാണുന്നുണ്ടോ ബ്ലൂ കളർ? ഇതിപ്പം ഗ്രീനായി, കണ്ട, ഗ്രീനായി. അപ്പോൾ ഇനി എത്ര നോയ്സ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് പറയണേ. നോയ്സ് ഉണ്ടോ? ഞാൻ ആരോടാ ചോദിക്കുന്നല്ലേ? അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കി. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നടന്നിങ്ങോട്ട് എത്തിയട്ടാ. ബാങ്ക് കൊടുക്കാനായി മരുവായി. ഒരു കൊക്ക് പാറിപ്പോയി, കണ്ട. ഒരു തോണി ഉണ്ടോ, നല്ല അടിപൊളി തോണി, ബ്ലൂ കളർ ഫൈബറാണെന്ന് തോന്നുന്നല്ലേ ഇത്? ഫൈബറാണ്. നോക്കി എന്താ രസം നോക്കിയാൽ കാണാൻ വേണ്ടി.
ഇത് മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. മീൻ പിടിക്കാൻ പോകുന്നത് ഇതന്നെ. തോണി കണ്ട മീൻ പിടിക്കാൻ പോകുന്ന തോണി തന്നെ. നല്ല രസമില്ല കാണാൻ. വെള്ളമില്ല, വെള്ളം പറ്റിയിട്ടില്ല. അപ്പം വെള്ളം ഇറങ്ങിപ്പോയി എന്നിട്ടാ. അപ്പം വെള്ളം ഏറ്റത്തിന് നല്ല ഇങ്ങനെ തോണി പോകേണ്ട ഇതുണ്ടാവും, വെള്ളം ഉണ്ടാവും. ഏയ് അറിയുന്നൊരു പയ്യനാ. അപ്പം നിങ്ങൾ ഇപ്പം ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിരുങ്ങ? ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിരാ? ബൈക്ക് ഇപ്പോൾ ഇതിലൂടെ പാസ്സായില്ലേ? ഞാനിത് എഡിറ്റ് ചെയ്യുമ്പം കേൾക്കുക, എന്നാലും ഞാൻ ജസ്റ്റ് ചോദിച്ചതാ. ഞാനിപ്പം തിരിച്ചു നടക്കുമ്പോൾ കാറ്റ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടോയെന്നറിയില്ല. ഇപ്പം ഞാൻ ക്യാമറയിലാന്ന്, എൻ്റെ ക്യാമറയിലെ മൈക്കിലാണ് വർക്കാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാമറയിൽ ഇൻബിൽട്ട് മൈക്കില്ലേ, ക്യാമറയിൽ ഇൻബിൽട്ടായിട്ടുള്ള മൈക്ക്, അതിലാണ് വീഡിയോ എടുക്കൽ. ഞാൻ എക്സ്ട്രാ മൈക്കൊന്നും വെക്കില്ല. മുമ്പെല്ലാം വെച്ചിനി, ഇപ്പം വെക്കലൊന്നുമില്ല. ഇപ്പോൾ ഈ DJ എടുത്തതിന് ശേഷം അങ്ങനെ വെക്കലൊന്നുമില്ല. മുമ്പ് ഞാൻ വ്ളോഗ് യൂട്യൂബ്, അതായത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ ഇടക്ക് മൈക്കെല്ലാം വെച്ചെടുക്കില്ല. എന്നെ 2-3 മൈക്ക് ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഈ വാങ്ങണമായിരിക്കും ഈ മൈക്ക്. നോയിസ് ക്യാൻസലേഷൻ ആണോ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഉണ്ടാവും കേട്ടോ, ഗ്രീൻ കളർ, അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. നമുക്ക് നോയിസ് ക്യാൻസലേഷൻ എന്ന് മാറ്റാം. ഇതാ ഈ ഒരു യെല്ലോ ബട്ടൺ കണ്ട, ഈ ഒരു യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് മാറി ബ്ലൂ ആയി കണ്ട. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓഫാക്കി. ഇപ്പോൾ സാധാ കാറ്റെല്ലാം കുറഞ്ഞ് കേട്ടോ. ലേടോത്ത് ബോട്ടടവ് പള്ളിയിൽ നിന്ന് സലാത്ത് അത് മൈക്കിൽ വിട്ട് കുറച്ച് നല്ല സൗണ്ടിലായി. ഇനിയിപ്പം ബാങ്ക് കൊടുക്കാനായിരിക്കും. നമ്മൾ അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്. ഇതന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയണ്ടേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാ. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇനി ഓണാക്കട്ടെ, കാരണം ബാക്ക് നല്ല സൗണ്ടില്ലേ. നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറൻ്റെ സ്റ്റിക്ക് എടുത്തിന് കേട്ടോ. ഇതും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പൊതുവെ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടല്ലേ എടുക്കൽ, കണക്കന്നെ. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ദൂരത്ത് നിന്നൊക്കെ ഇപ്പം മൈക്കായില്ലേ. മൈക്കായി കഴിഞ്ഞാൽ ഞാൻ എന്താ കൂടുതൽ ഈ സ്റ്റിക്ക് എടുക്കാത്തതെന്ന് വെച്ചാലേ, ക്യാമറ സ്റ്റിക്കാകുമ്പോൾ കുറേ ദൂരത്തേക്കെല്ലാം കുറച്ച് നീട്ടിയിട്ട് ഇതാക്കാമല്ലോ. അപ്പോൾ നീട്ടുമ്പോൾ നമ്മളെ സൗണ്ട് ക്യാമറയിൽ നിന്ന് ഞാനുമായിട്ട് അകലുമല്ല. അപ്പോൾ സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ സൗണ്ട് കുറഞ്ഞു വരും. എൻ്റെ സൗണ്ട് ശരിക്കും ക്യാപ്ചർ ചെയ്യില്ല കുറച്ച് ദൂരത്താകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുത്തുനിന്ന് തന്നെ കൂടുതലും വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ മാറ്റാമല്ലോ. ഇനിയിപ്പം മൈക്കല്ല, മൈക്ക് വീടുണ്ടല്ലോ, നമുക്ക് എത്ര ദൂരത്തു നിന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ ഇതാ കണ്ട. അപ്പോൾ ഇനി ഇങ്ങനെയല്ല നമുക്ക് കണ്ട സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല തന്നെ സെറ്റ്. ഞാൻ നടക്കുന്ന വഴി കണ്ട, ഇത് നോക്കിയാ. നന്ന വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ സ്റ്റിക്കിനെ ചെറുങ്ങനെ നീട്ടില്ല. നന്ന വലുതാക്കിയിട്ടല്ലോ എന്ത് ഷോട്ട് എടുക്കേണ്ടി ഈ വ്ളോഗിലല്ലോ. പക്ഷെ നമുക്ക് നല്ല ഹൈറ്റിലാക്കിയിട്ട് ഇപ്പോൾ ഒരാൾ നടന്നു പോകുന്നു. ഈ സ്റ്റിക്കില്ലേ, ആക്ഷൻ 5 Proൻ്റെ അപ്പുറം കിട്ടുന്ന ബണ്ടിൽ പാക്കില്ലേ, ആ ബണ്ടിൽ പാക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ട്, നീളാക്കുന്നത്. ചെറുതാന്ന് ഇത്ര പോലെ കുറച്ച് നമ്മൾ ഈ 2 ഇതിൻ്റെ അത്ര ഉണ്ടാവും. ടാം അപ്പോൾ അത് നീട്ടിക്കാൻ നല്ല ഹൈറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഒരാൾ നടന്നു പോകുന്ന ഷോട്ട് കുത്തനെ ഹെലിക്യാമിൻ്റെ പോലത്തെ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹൈറ്റിലാക്കിയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊടുത്താൽ നല്ല രസത്തിൽ കിട്ടും. കുത്തനെ ഇതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പാൻ ചെയ്തിട്ടൊക്കെ എടുക്കുക. കാരണം അത്രയും ഹൈറ്റിലെത്തുമല്ലോ. ഇത് ഭയങ്കര ഹൈറ്റാണ് ഈ സ്റ്റിക്കിന്. ഞാൻ ഇതിൻ്റെ അതായത് ഈ DJ Action 5 Proൻ്റെ സ്റ്റിക്കിൻ്റെ എല്ലാം ഞാൻ വീഡിയോ മുമ്പ് കാണിച്ചിനി. എപ്പം പറയാം, DJ Action 5 Pro വാങ്ങിയ പാട് ഇതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായി. എങ്ങനെയുണ്ട്, ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇതിലുള്ളത് ഇപ്പോൾ ഈ മോഡിലുള്ള മാറ്റി വെക്കട്ടെ. ഇപ്പം മോഡ് മാറ്റി. മോഡ് എന്ന് പറയുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ മോഡ് മാറ്റി സാധാക്കി. ഫ്ലൈറ്റിന് വെച്ചേക്കുന്നുണ്ടോ? ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഇട്ട് നോയിസ് ക്യാൻസലേഷൻ ആക്കി. പിന്നെ ഫ്ലൈറ്റ് അങ്ങെത്തി ഫ്ലൈറ്റ്. സ്കൈ നോക്കിയാൽ എന്ത് രസമല്ലേ, സ്കൈ ഉണ്ടോ? അങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ തുടങ്ങി കേട്ടാ. എന്താ സ്കൈ എന്നറിയാ, എന്താ രസം സ്കൈ നോക്കിയാ. ഇതാ എൻ്റെ ഫ്രണ്ടിൽ ഇതാ സ്കൈ ഇതാ. ഭയങ്കര രസമായിട്ടാ സ്കൈ. അടിപൊളിയല്ലേ. കൊക്കെല്ലാം കൂട് തേടി പോകുന്ന കൂടണയാൻ വേണ്ടിക്ക് പോയാ. എന്താ സ്കൈ, അടിപൊളി സ്കൈ.
ഒരു സ്കൂട്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട്. ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ഇതിൻ്റെ ഇതിൽ. എന്തായാലും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന മേക്കാട്ട് ഇത്, ബ്ലോഗേഴ്സ് അധികം ആളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് വാങ്ങൂലല്ല. ഞാൻ മനസ്സിലേ എൻ്റെ ഈ ഏരിയയിൽ നിന്ന്, എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ ഭാഗത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കും. ഇപ്പോൾ കേൾക്കുന്നത് ഏഴോ മൂലയിലെ പള്ളിയിൽ നിന്ന് കണ്ടാ. ഇപ്പർ സൈഡിൽ നിന്ന് കേൾക്കുന്നത് ബോട്ടാടും അങ്ങോട്ടുള്ള പള്ളിയിൽ നിന്ന്. നോയിസ് ക്യാൻസലേഷനിലാണ് ഉള്ളത് അല്ലേ? മാറ്റി വെക്കട്ടെ. ആ ബാങ്കെല്ലാം കേൾക്കുമായിരിക്കും കേട്ടോ. നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയാലും ബാങ്കെല്ലാം കേൾക്കുമായിരിക്കും. ഈ കാറ്റിൻ്റെ നോയിസ് എല്ലാം ഒന്ന് കട്ടാവുക, എനിക്കങ്ങനെ തോന്നുന്നു. ഈ കാറ്റിൻ്റെ എല്ലാം നോയിസില്ലേ, അതെല്ലാം കട്ടാവും. പിന്നെ നല്ലോണം കാറ്റിൻ്റെ അടുത്ത് ഇതിന് ഒരു സാധനം വെക്കാനുണ്ട്, ഒരു വിൻഡ് കാറ്റാ എന്തോ പറയാനുണ്ട്, അത് വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കാറ്റുള്ളതെല്ലാം ഇതാവും. ആ സമയത്തെല്ലാം അടിപൊളി സൗണ്ട് കിട്ടും. നല്ലോണം ഭയങ്കരമായ കാറ്റിലെടുത്തെല്ലാം അങ്ങനത്തെ വെക്കണം. എന്നാൽ പിന്നെ അത്ര പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബാങ്ക് കൊടുത്തതിന് ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓണാക്കി. റിസീവറിലും ഇത് കളറ് മാറുന്നുണ്ട്. എനിക്കിപ്പോൾ ക്യാമറ നോക്കി ഞാൻ സംസാരിക്കുന്നില്ലേ, അപ്പോൾ ഞാൻ ക്യാമറ കൊടുത്ത റിസീവറല്ലേ, അതിലും ഈ ഗ്രീന് മാറി ബ്ലൂയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഇടുമ്പോൾ ബ്ലൂന്ന് ഗ്രീനിലേക്ക് വരില്ലേ, അതെനിക്ക് ഇതിലും മാറുന്നുണ്ട്. റിസീവറിലും ലൈറ്റ് ഉണ്ട്, അപ്പോൾ അതും മാറുന്നുണ്ട്. ഇതാ കണ്ട, എനിക്കിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കളർ മാറിയത്. ഫ്രണ്ട്സ് ഇരുട്ടായി കേട്ടാ, പക്ഷെ എന്നാലും ഈ സ്കൈ ആണ് എന്തൊരു രസം. ഇങ്ങനെ നോക്കിയേ കണ്ടാ, എന്തൊരു രസം. ഈ ഓരോ സമയത്ത് സന്ധ്യാസമയത്ത് ഉണ്ടാകുന്ന സ്കൈ ഉണ്ടല്ലോ, ഈ മഗ്‌രിബ് സമയത്തുള്ള സ്കൈ ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട ഇതെല്ലാം ഞാൻ കേട്ട് നോക്കിയേട്ടാ. അപ്പോൾ കാറ്റ് ഇത്, അതായത് നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടൺ നിൽക്കുമ്പോൾ, അതായത് നോയിസ് ക്യാൻസലേഷൻ ഇടുമ്പോൾ കാറ്റെല്ലാം നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. കാറ്റിൻ്റെ സൗണ്ടില്ലേ, നോയിസ് ഇതെല്ലാം എന്താ പറയുക, കാറ്റിൻ്റെ സൗണ്ടെല്ലാം ഇല്ലാണ്ടാകുന്നുണ്ട്. നല്ല തന്നെ കണ്ടാ, എനിക്കത് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇനി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ടൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല, അതായത് മൊബൈലിൽ കയറ്റി കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. കുറച്ച് നല്ല സൗണ്ട് കേൾക്കുമല്ലോ, മനസ്സിലാവും. സെറ്റാണ്. ഇതാ ഇപ്പോൾ മാറി അടിപൊളിയാ. ഓക്കെ, വാവ്, വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. പൊളിയല്ലേ? അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് ഇങ്ങോട്ട്, വീട് അങ്ങ് അവിടെയാണ് വീട്. കണ്ട അങ്ങോട്ട് അങ്ങനെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയും, ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതാ. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് മുന്നോട്ടുള്ളൊരു ബണ്ടുണ്ട്. കണ്ടി ബണ്ട് എന്നെല്ലാം പറയും. ചെമ്മീൻ കണ്ടി, ബണ്ട്, ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. എൻ്റെ ഇവിടെ ബണ്ട് എന്നെല്ലാം പറയും. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടണിലാണ് ഉള്ളത്. നോയിസ് ക്യാൻസലേഷനിലാണ് ഉള്ളത്. നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. കേൾക്കുന്നുണ്ടോ? ഇതാ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് ഇതിലൂടെ. കണ്ടോ, വെള്ളം ഇറങ്ങിപ്പോയെന്ന്, പുഴയിലേക്ക് ഇങ്ങനെ പോയെന്ന്, പുഴയിൽ നിന്ന് നേരെ കടലിലേക്ക് വെള്ളം ഇറങ്ങി ഇങ്ങനെ പോയെന്ന്. കണ്ടോ, ഇനിയിത് നമുക്ക് മാറ്റി വെക്കാമല്ലോ. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫ്. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ അല്ലോ. അപ്പോൾ ഇരുട്ടായി, വീട്ടിൽ പോട്ടെ. എനിക്ക് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ പയങ്ങളിലേക്ക് വന്നു. എനിക്കൊന്ന് മുടിയെല്ലാം ഒന്ന് സെറ്റാക്കണം, മുടിയെല്ലാം മുറിച്ച് സെറ്റാക്കണം. താടി ഒന്ന് ഷെയ്വെല്ലാം ചെയ്ത് മീശയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കൂട്ടപ്പനായിട്ട് തിരിച്ചു വരണം, അതാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ പയങ്ങടുന്ന ചെയ്യുന്നത്, മിന്നാന്നിട്ട് ചെയ്യണം. അതിന് നല്ല ലേറ്റായി, പിന്നെ ഞാൻ ചെയ്താലും ഇന്ന് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, പയങ്ങളിലേക്കെല്ലാം പോയിട്ട്
വയ്യ ഷേവലും ചെയ്തിട്ടുള്ള സ്റ്റാലും കുടിച്ചിട്ട് വരും. അല്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ. പിന്നെ കിടിലം പോലത്തെ ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ഉണ്ടാവും ഇൻഷാ അല്ലാ. യാത്രകൾ. ഓക്കെ. ഇനി ഇടയ്ക്കിടയ്ക്ക് യാത്രകളുണ്ടാവും, യാത്രാ വീഡിയോസ് എല്ലാം ഉണ്ടാവും. ഓക്കെ. ഇൻഷാ അല്ലാ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ട് ഉണ്ട്, എൻ്റെ ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് കേൾക്കണം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാ വീഡിയോയിലും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യും. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഫോട്ടോസും റീൽസും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ റീൽസെല്ലാം കാണണം എന്നുള്ളവർ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി, അഷ്റഫ് കണ്ണൂർ. ഓക്കെ. ഒന്ന് ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അവനാ നെക്സ്റ്റ് കാണാം. അപ്പോൾ ബൈ ബൈ.